ഞാൻ ആക്ട് ലാബ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണ് തിയേറ്ററൊക്കെ പഠിച്ചത്, തിയേറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പുള്ളി പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, അനന്തരാമൻ. അപ്പോൾ ഞാൻ അവിടെ സാറിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഫ്രീ ഉള്ള സമയത്ത് പോയിരിക്കും തിയേറ്റർ ചെയ്യണ സമയത്ത്. അപ്പം അങ്ങനെയുള്ള പരിചയമാണ്. അപ്പം അന്ന് അത് കണ്ട് അന്ന് പരിചയമായി, പിന്നെ അങ്ങനെ വിളിച്ചതാണ്. നമ്മൾ ഷൂട്ട് ചെയ്യണത് ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു. ഷൂട്ട് ചെയ്തത് ഓഗസ്റ്റിലാണ്. അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ ഒരു 2-3 ആഴ്ച മുന്നേ ആണ് എന്നോട് വന്ന് കഥ പറയണത്. അനന്തരാമൻ കഥ വന്ന് പറഞ്ഞു, ഇങ്ങനൊരു പരിപാടി ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറേ, എനിക്ക് പൊതുവേ ഹൊറർ ഷോർട്ട് ഫിലിം പേടിയാണ്, പേടിയുള്ള ആളാണ്. അപ്പം ഞാനത് ഇങ്ങനെ ചെയ്യണോ വേണ്ടെന്നുള്ള ആലോചനയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ചെയ്യാമെന്ന് ഉറപ്പായി, ചെയ്തത് നമ്മൾ അത് അനന്തരാമൻ്റെ അനന്തരാമൻ്റെ തന്നെ അമ്മൂമ്മയുടെ വീടാണ് നമ്മൾ ആ ഷൂട്ട് ചെയ്തേക്കുന്ന വീട്. അപ്പം പുള്ളിയുടെ ചെറുപ്പകാലത്തെ കുറേ ഓർമ്മകളിൽ നിന്നൊക്കെയാണ് ഇൻസ്പയർഡ് ആയിട്ടാണ് പുള്ളി ആ പരിപാടി വർക്ക് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ കുറേ രസകരമായിട്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിന് മുമ്പ് ഇവരൊക്കെ പോയി DOPയും ഡയറക്ഷൻ ടീമും എല്ലാം നേരത്തെ പോയി അവിടെ താമസിച്ച് അവരവിടെ നിന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ ഷൂട്ടൊക്കെ ചെയ്തത്. അപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ടീമായിരുന്നു മൊത്തം. നമ്മുടെ ഡയറക്ഷൻ ടീമും DOP വിജയകൃഷ്ണനാണ്, അതുപോലെ എഡിറ്റർ അമിത് ചേട്ടൻ, രഞ്ജിനി കോസ്റ്റ്യൂം, മേക്കപ്പ് പ്രതിഭട്ടൻ, അങ്ങനെ എല്ലാവരും ഭയങ്കര രസമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. നല്ലൊരു ടീമായിരുന്നു. അനന്തരാമൻ ഈ പറയുന്ന പോലെ ഒരു ഒരു ബേസ് ഉള്ളതുകൊണ്ട്, ഒരു നല്ല ഓഡിയൻസ് ഉള്ളതുകൊണ്ട് എന്തായാലും അവർ കാണും എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 1 മില്യൺ നമ്മളിങ്ങനെ കണ്ണും പൂട്ടി പറയല്ലോ, 1 മില്യൺ അടിക്കും, അതെന്തായാലും അടിക്കും, അതെപ്പോഴാണെന്നറിയില്ല അപ്പോഴും. പക്ഷെ നമ്മൾ 1 മില്യൺ അടിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഇത്ര പെട്ടെന്ന് അടിക്കും, അത് കഴിഞ്ഞിപ്പോൾ 2 മില്യൺ ആവും എന്നൊന്നും നമ്മൾ കരുതിയില്ല. അതുപോലെ നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്നും നമ്മൾ കരുതിയില്ലായിരുന്നു. അപ്പം എന്തായാലും ഹാപ്പിയാണ്. നമ്മൾ ഈ പറഞ്ഞ 1 മില്യനൊക്കെ അടിക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് അനന്തരാമന് ഞാനിവിടെ നിന്ന് നമുക്ക് 2 പേർക്ക് ഉറക്കമൊന്നും ഇല്ല. നമ്മൾ മുകളിൽ എന്താ ഇത് സംഭവിക്കണേ എന്താണെന്നുള്ളൊരു രീതിയിലാണ്. അപ്പം നമുക്ക് ഒരു വിശ്വസിക്കാൻ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വിളിച്ച് ഉറങ്ങിയാ ഇല്ല. അപ്പോൾ രാത്രി അങ്ങനെ ഇരിക്കും നമ്മൾ. സത്യം പറഞ്ഞാൽ റോണിയുടെ അവസ്ഥയായിരുന്നു കുറച്ച് ദിവസങ്ങൾ. എനിക്ക് ഉറക്കില്ലായിരുന്നു, സന്തോഷമായിരുന്നു ഭയങ്കര. അപ്പം ഞാനിത് രണ്ടാമത് ഫോണിൽ റിലീസായതിനു ശേഷം യൂട്യൂബിൽ ഞാനും കണ്ടായിരുന്നു. അപ്പം കണ്ടു തുടങ്ങി കുറച്ചായപ്പോഴത്തേക്കും പുറത്തും ഭയങ്കര മഴ, കാറ്റ്, പിന്നെ ഇതിൻ്റെ സൗണ്ടൊക്കെ കുറേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ 3 മാസം. ഫെബ്രുവരി കഴിഞ്ഞ് ഇത്ര നാളുകൊണ്ട് പുള്ളി അനന്തരാമനും ഈ സൗണ്ടിൽ അജയനാടാട്ടും ഈ മ്യൂസിക് ഡയറക്ടർ ആയിരിക്കുകയാണെങ്കിലും അവരൊക്കെ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതെനിക്കറിയില്ല, കുറേ പുതിയ സാധനങ്ങളെ. അപ്പം ഞാനത് കേട്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. എനിക്ക് പേടിയായിട്ട് ഞാൻ പകുതി നിർത്തിയൊക്കെ വെച്ച് കുറേ നേരം മഴയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ ബാക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെ രസമായിരുന്നു ബ്രോ, ഭയങ്കര ഹാപ്പി. എന്നുവെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും നമ്മളുടെ പിക്ചറിലേ ഇല്ല അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും. അപ്പോൾ അതിൽ ഹാപ്പിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഒന്ന് പ്രൊഫഷണലി ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ട്രസ്സാണ് ലീലാമ്മ. അപ്പം നമുക്ക് ലീലാമ്മയെന്ന് പഠിക്കാനുള്ളതാണ് കൂടുതലുള്ളത്. അപ്പം ലീലാമ്മ ഭയങ്കര ഡിസിപ്ലിനുള്ള ആ ഒരു പരിപാടിയിൽ തന്നെ വർക്ക് ചെയ്യുകയും അല്ലാത്ത സമയത്ത് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ പറയുമ്പം നമുക്ക് കുറേ കാലങ്ങൾ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ആക്ടിങ്ങിലാണെങ്കിലും അവരുടെ ജേണിയും അവരുടെ ചുറ്റുപാടിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രേം നസീറിനെ ലീലാമ്മ കണ്ടതിനെ പറ്റിയും സത്യമാഷിനെ കണ്ടതൊക്കെ പറയും നമ്മളോട്. അപ്പോൾ അതൊക്കെ ഭയങ്കര നിമിഷങ്ങളായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ലീലാമ്മയെന്ന്. നല്ല മെലഡി ഇട്ടിട്ട് ഈ മുത്തശ്ശീനെയും പേരക്കുട്ടീനെയും കാണിക്കുന്ന പോലെ ഒരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു.
അപ്പൊ അത് കണ്ടപ്പോ ഞാൻ കണ്ട ഗ്രാനി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് അതിന് ഭയങ്കര ഇതൊക്കെയായി. അതുപോലെ കുറെ ആൾക്കാർ കമന്റ് ഇട്ടത് എടാ അന്നപ്പോഴേ വശപ്പശകൾ ഒരു സ്ത്രീ എന്ന് മനസ്സിലായി, എന്നിട്ട് പിന്നെ എന്തിനാടാ ഓടിക്കൂടടാ, ശമ്പളം മേടിക്കാൻ നിങ്ങടെ എന്തിനാണ്? പിന്നെ അതുപോലെ ഓടി രക്ഷപ്പെടണ ഓടി രക്ഷപ്പെടുന്നതിന്റെ ഇടയിൽ ഈ മരത്തിന്റെ ഇടയിൽ കിടന്ന് ഉറങ്ങിയത് എന്തിനാ? അല്ല, പുള്ളി എവിടെ ഓടിയാലും പുള്ളിനെ കൊല്ലൂ എന്നുള്ളതാണ് ഉറപ്പ്. അപ്പൊ അതാണ് പുള്ളിക്ക് അത് മനസ്സിലായി, ഇത് തീർന്ന്. പോളേട്ടന്റെ കാര്യം പുള്ളിക്ക് ആ ബ്ലഡ് കണ്ടതോടെ. ഈ പറഞ്ഞ പോലെ ഇത് അനന്തരാമൻ്റെ ഒരു വിഷനാണത്. അനന്തരാമൻ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പം എനിക്ക് കുറേ സ്ഥലത്ത് ചിരിയും പരിപാടികളൊക്കെ വന്നായിരുന്നു. നമ്മുടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പം. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ഈ രീതിയിലുള്ള ചിരികൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം? ഒന്നുമില്ല ബ്രോ, അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു, റോണി രക്ഷപ്പെടുമോ? ഇല്ല ബ്രോ, റോണി രക്ഷപ്പെടില്ല. ഇങ്ങനെയായിരുന്നു അനന്തരാമൻ്റെ ഒരു പരിപാടി. ആ പറഞ്ഞ പോലെ എവിടെ ആരും മറ്റേ രീതിയിൽ എന്താവും എന്നുള്ളൊരു രീതിയിൽ തന്നെ നിർത്തിയിട്ടാണല്ലോ തീർക്കണേ. അവസാന നിമിഷം വരെ നമ്മൾ വിചാരിക്കും അവൻ രക്ഷപ്പെടും ഇല്ലെങ്കിൽ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം അങ്ങനെ. പക്ഷെ അത് അനന്തരാമൻ്റെ ഒരു പരിപാടിയാണത്, പുള്ളിയുടെ കോളാണത്. ഭയങ്കര രസമായിട്ടത് പുള്ളിക്ക് അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ മതി എന്നുള്ളത്. ജംസ്കേഴ്സ് ഇല്ല, അത് തുടക്കം മുതലേ പുള്ളി പറയണ കാര്യം. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, അങ്ങനത്തെ ഒരു ഞെട്ടിക്കലും ഇല്ല. നമ്മൾ കണ്ടിരിക്കുന്ന ക്ലീശേ പരിപാടികളൊന്നും നമ്മൾ ചെയ്യില്ല. അത് അഭിനയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഒന്നും ഓവറാക്കാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ലീലാമ്മ എങ്ങനെയായിരിക്കും അഭിനയിക്കുക എന്നുള്ളതായിരുന്നു എനിക്കറിയണ്ടേ. അപ്പം ഞാൻ ഒരു ദിവസം പോയി ലീലാമ്മേനെ ഞാനും അനന്തരാമനൊക്കെ പോയി കണ്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ, കാര്യം നമ്മളാണ് വർക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത് മനസ്സിലായി. അപ്പം ലീലാമ്മ വന്ന് ലീലാമ്മയുടെ ഡെഡിക്കേഷനും ലീലാമ്മ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലീലാമ്മ ഒരു രക്ഷയില്ലാത്തൊരു ആക്ട്രസ്സാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ലീലാമ്മയിൽ നിന്ന് പഠിക്കാൻ പറ്റി. കുറേ സ്ഥലത്ത് ലീലാമ്മ സർപ്രൈസ് ചെയ്തിട്ടുണ്ട് പെർഫോമൻസിൻ്റെ സൈഡിൽ. അപ്പോൾ ആ കറക്റ്റ് ഒരു ഈ പറഞ്ഞ പോലെ അനന്തരാമൻ ഈ പറഞ്ഞ ഒരു ധാരണ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തെപ്പറ്റി. പൊതുവേ ഞാൻ ഈ ഹൊറർ കോമഡി വരെ ഞാൻ എത്താറുള്ളൂ. ഇപ്പോഴാണ് പിന്നെ ഒബ്സഷനും അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഞാൻ കണ്ടു തുടങ്ങണേ. പേടിപ്പിക്കുന്ന പടങ്ങൾ ഞാൻ പൊതുവേ കാണാറില്ല. അപ്പം അനന്തരാമൻ കുറേ ക്ലാസിക് ഹൊറർ പടങ്ങളൊക്കെ എന്നോട് കാണാൻ ഇതിൻ്റെ സമയത്ത് പറഞ്ഞായിരുന്നു. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ. ഇപ്പോൾ പുള്ളി പറയണ പോലെ കറക്റ്റ് ധാരണകളിലൂടെയും നമുക്ക് തരുന്ന ഡീറ്റെയിൽസിലൂടെയും കറക്റ്റ് ഒരു ധാരണ നമുക്ക് തന്നിരുന്നു. അത് ഷൂട്ടിൻ്റെ സമയത്തും ഡബിൻ്റെ സമയത്താണെങ്കിലും എല്ലാം ഭയങ്കര ഹെൽപ്പ് ചെയ്തായിരുന്നു. അത് ഈ പറയണ പോലെ ഭയങ്കര കളക്റ്റീവായിട്ടേ പുള്ളി അനന്തരാമൻ്റെ എന്താണെന്ന് വെച്ചാൽ പുള്ളി അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പുള്ളി ചോദിക്കും ആരോടാണെങ്കിലും. അപ്പോൾ എല്ലാവരെയും ഭയങ്കര കൊളാബറേറ്റീവായിട്ട് ഇതിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡബ് ചെയ്യുമ്പോഴാണെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിനോടാണെങ്കിലും. അപ്പോൾ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ഈ ക്രാഫ്റ്റിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ആ ഡെഡിക്കേഷൻ ഈ വർക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അനന്തരാമൻ കൊടുത്ത സ്പേസിൻ്റെയും ഫ്രീഡത്തിൻ്റെയും ഒക്കെയാണെന്ന് തോന്നുന്നു ഇതിന് ഈ ഒരു ആകെക്കൂടെ ഒരു ഭംഗി വന്നേക്കണേ. അതുകൊണ്ട് എല്ലാവരും അവരുടെ ബെസ്റ്റ് അല്ലെങ്കിൽ അവരവരുടെ ഇൻവോൾവ്മെൻറ്റ് അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റോണിയുടെ പരിപാടിയിൽ റോണിക്ക് ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല. ഈ ഓർഫനാണ് പുള്ളിക്ക് ഇതല്ലാതെ വേറെ പണിയും അറിയാൻ പാടില്ല. ഈ സ്ഥലത്തിനെ പറ്റിയും വലിയ ധാരണയില്ല. അപ്പോൾ പുള്ളിക്ക് ഇതെങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. പുള്ളിക്കിപ്പോൾ ഇവിടെ നിന്ന് ഇവരെ നോക്കുക, ഇച്ചിരി വട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നോക്കാം എന്നുള്ളൊരു സാധനത്തിൽ പോകണമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നിന്ന് അയാൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അയാൾക്ക് ഇതേ അറിയുള്ളൂ. അയാളൊരു ഭയങ്കര പാവം
എന്താ പറയുക, ഒരു ഓർഫനേജിൽ വളർന്നതാണെങ്കിലും പുള്ളി ഭയങ്കര പാവമായിട്ടുള്ളൊരു മനുഷ്യനാണ് ശരിക്കും. ഭയങ്കര പേടിയുള്ള ആരെയും അതായത് നമ്മൾ നോക്കുമ്പം ഈ ഭയങ്കര നല്ല ഈ കെയർ ടേക്കേഴ്സിന് ചിലവർക്ക് ഇച്ചിരി കെയറിങ് ഇച്ചിരി കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരാളായിട്ടാണ് ഞാൻ കണ്ടേക്കണേ. ഇവനെല്ലാവരെയും സഹായിക്കണം എന്നുള്ള അല്ലെങ്കിൽ സ്നേഹത്തോടെ കാണണം എന്ന് കരുതരുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടേക്കണേ. അപ്പം ഇതിപ്പോൾ ശരിയാവുമായിരിക്കും, ഇവരിടയ്ക്ക് ശരിയാവുന്നുണ്ടല്ലോ. പിന്നെ ഇയാൾക്ക് വേറെ ഒരു ഇതുമില്ല, എന്താ പറയുക, പോയി കിടക്കാൻ വേറെ സ്ഥലവും ഇല്ല. ഏതാ അല്ല ഇതിന് പുള്ളി കുറച്ച് പ്രൊജക്റ്റുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൺസിഡർ ചെയ്യുക, അതിലുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കണു. ഈ പറയണ പോലെ ഭാവിയിൽ ഈ പറയണ പോലെ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇതേ ടീം വെച്ചിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു ഹരി, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.